നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഫസ്റ്റ് ഞാൻ അവിടെ വന്നത്, നിങ്ങൾ എന്നെ കാണാൻ വന്നത്, സെൽഫി എടുത്തത് ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾ സെൽഫി എടുക്കുക എന്ത് പറഞ്ഞില്ല സെൽഫി എടുത്തത്? സെൽഫി എടുത്തു. അന്നാ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 2017 നിങ്ങൾക്ക് 3 മാസം സമയം നിശ്ചയിച്ചതാണ്, 4 മാസം സമയം നിശ്ചയിച്ചാണ്, അത് ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞു. പഠിച്ച എന്ന് വിളിക്കൂ അന്ന് തന്നെ പോവുക. അതിന്റെ ഒരു സെക്കൻഡ് മുമ്പിലോ ബാക്കിലോ പോണ. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ 4 മാസം സമയം കൊടുത്തു. പിന്നെ 4 മാസം കൊണ്ട് എന്ത് സംഭവിക്കുന്നു ഡോക്ടർ പറഞ്ഞത്? 4 മാസം ഇത് ഇനിയൊന്ന് നമ്മളുടെ അടുത്ത് പറയില്ല. നമ്മ ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട് കൊണ്ടുപോകും. അവ ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വരുമ്പോ ഒന്നുമില്ല ചേട്ടാ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു പെട്ടെന്ന് പറയും ഒന്നുമില്ല ചേട്ടാ ഇങ്ങനെ പറഞ്ഞിട്ട് അളിയ ആരെങ്കിലും ഒക്കെ വരും. നിങ്ങളെ വിഷയം സംസാരിക്കാനേ ഡോക്ടറെ ആരാ പോയത്? എന്റെ അളിയൻ പോയി വേറെ 2-3 ആൾക്കാർ പോയി. എല്ലാവരുടെ അടുത്തും ഡിസ്കസ് പറഞ്ഞു. എല്ലാവരും 3 ആളിനെയും വിളിച്ചിട്ട് തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇനി ഒന്നും ചെയ്യാന്നുള്ള ഇത് കഴിഞ്ഞു. ഇനി ഒരു 6 മാസം അല്ലെങ്കിൽ 6 മാസം വരെ 4-5-6 മാസത്തിന്റെ ഉള്ളില് എന്തെങ്കിലും ഇതാകും. പിന്നെ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എത്ര കുട്ടികള് എന്താ ഏതാ. അത് വന്നിട്ട് ഒരു ബാജാ വരുന്നത്. വലിയ ഡോക്ടർ ഒരു ഗ്രൂപ്പിനെ അയക്കും നമ്മുടെ അടുത്ത്. ഗ്രൂപ്പ് വന്നിട്ട് ഡിസ്കസ് ചെയ്യും അവര്. അപ്പൊ അതിൽ ഒരു 2 ആളിനെ അയച്ചു വിട്ടിട്ട് ഇതുപോലെ ഉണ്ട് പേടിക്കണ്ട എന്താവും നോക്കാൻ പറയും. 2017 ഇതിലുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ അക്യൂഷ്യല് നമ്മളിവിടെ ഫസ്റ്റ് ബാച്ച് ആരംഭിച്ചപ്പോൾ നിങ്ങളെ മകളാണ് ഫസ്റ്റ് അഡ്മിഷൻ എടുത്തത്. അപ്പൊ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് നിങ്ങൾ ആദ്യം കാണുന്നത്, ആ പരിപാടി ആദ്യം നിങ്ങളെ കാണുന്നത്. ഞാൻ നിങ്ങൾ വന്നിട്ട് തിരൂരിൽ വന്നിട്ട് നിങ്ങളുടെ വലിയൊരു ഇത് വന്നിരുന്നു. ഫാമിലി ആയിട്ടുണ്ടായിരുന്നു അന്ന് വണ്ടി എടുത്ത്. മറ്റേ കോൺവെക്കേഷനോ എവിടെ ടൗൺ ഹാളിലോ? അത് നിങ്ങൾ ആരെ കെയർ ഓഫിൽ വന്നത് അവിടെ? സഹീറാന്റെ ഷഹീറിന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരാണ് നിങ്ങള്? ഗൾഫിൽ എവിടെ? ഷാർജയിലോ? അപ്പൊ നിങ്ങള് പിന്നെ ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു ഛർദി എന്ന് പറഞ്ഞിട്ടാണോ ഡോക്ടർ? ഒരു ദിവസം എപ്പോഴെങ്കിലും ഇവിടെ ഉണ്ടോ അപ്പൊ ഒരു ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഗ്യാസ്ട്രിക് ₹1-2 ഗുളിക. അത് എന്റെ മോലാലി എന്നെ പറഞ്ഞു നീ അതിന്റെ പിന്നിൽ ടെൻഷൻ ആകണ്ട, ഇത് കഴിക്ക് പറഞ്ഞിട്ട് അവരെന്നെ എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പൊ അത് കഴിക്കുമ്പോൾ നോർമലാണ്. ഇവിടെ വന്നിട്ട് പോകുമ്പോ ജസ്റ്റ് 2 ദിവസം 3 ദിവസം ഉണ്ട്. അപ്പോഴും പറയുന്നേ നമ്മ പോണ്ട, ഡോക്ടറിന്റെ അടുത്ത് പോണ്ട. ഏത് എനിക്ക് ഒന്നും അത്രയ്ക്കൊന്നും ഇതില്ല, കുഴപ്പമില്ല പറഞ്ഞു. ഇല്ല ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. ആരാ അങ്ങോട്ട് പോകാൻ പറഞ്ഞത്? വൈഫ്. വൈഫ് പറഞ്ഞാണ്, സ്നേഹം കൊണ്ട് പറഞ്ഞാണ്. അതന്നെ അത് എപ്പോഴും അങ്ങനെ തന്നെ അല്ലേ പറയാ. ഇപ്പൊ നിങ്ങൾ വയറുവേന എപ്പോഴും പറയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാന്നല്ലേ പറയാം. ഇപ്പൊ ഞാൻ എന്താ ചോദിക്കണമെന്നറിയോ, 2017 നിങ്ങളെ അളിയന്മാരോടൊക്കെ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ എന്താ പറയാ ഇനി മാക്സിമം ഒരു 6 മാസം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ 4 മാസം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവര് കരഞ്ഞ് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെയൊക്കെ അവർ വന്ന് അവരിതൊക്കെ പറഞ്ഞു കഴിഞ്ഞ്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് 2025 ഫെബ്രുവരി മാസത്തിൽ സംസാരിക്കുന്നത് അല്ലേ? ഇന്ന് ഫെബ്രുവരി 14 തീയതി അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പോ ഇത്രയും കാലമായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോ അവര് പരിശോധിച്ചിട്ടാണല്ലോ ഇങ്ങനൊക്കെ പറഞ്ഞത്. ആ പരിശോധനയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അവര് പരിശോധിച്ചിട്ട് നിങ്ങളെ പറ്റി കംപ്ലീറ്റ് പരിശോധിച്ചിട്ടാണ് വന്നിട്ട് ക്യാൻസർ എനിക്ക് 4th സ്റ്റേജും കഴിഞ്ഞു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആർട്ടിൽ നിന്ന് പേപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 months മേ ബി നമുക്ക് നോക്കാം. മരുന്നും തരുന്നുണ്ട് പറഞ്ഞാൽ ഇവിടേക്ക് എന്തെങ്കിലും മരുന്ന് അതും തന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ വന്നു ഇങ്ങനെ കുറച്ച് ഇത് തന്നെ. പിന്നെ ഞാൻ മരുന്ന് ഒരു ഫുൾ സ്റ്റോപ്പ്. അല്ല ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങൾ അവരെ പരിശോധിച്ചിട്ട് നിങ്ങളിനി കുറച്ച് മാസമേ ബാക്കി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് 2017. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് 2025 ഫെബ്രുവരി മാസത്തിൽ സംസാരിക്കുന്നത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല, ഇപ്പോഴും നിങ്ങൾ ഹയാത്തിലുണ്ടല്ലോ. അപ്പോൾ ആ പരിശോധനയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ പരിശോധന ശരിയായിരുന്നോ?
എന്താ നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്ക് പറ്റിയില്ല. ആ ഡോക്ടർ വന്നിട്ട് നമ്മളെ ഒന്ന് പേടിപ്പെടുത്തിയ പോലെയുണ്ട്. പിന്നെ വന്ന് എനിക്ക് ക്യാൻസർ ആണ്, നാനും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനും സാധിക്കില്ലല്ലോ. നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് ഓപ്പൺ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് നിങ്ങൾ പേഷ്യന്റ് അല്ലേ. അങ്ങനെയുണ്ട്. അപ്പൊ എന്റെ ചോദ്യതല്ല, അവര് പരിശോധിച്ച് തെറ്റല്ലേ? അവര് പരിശോധിച്ച് സത്യമല്ലല്ലോ. സത്യമായിരുന്നു അവര് പരിശോധിച്ചിട്ട് പറഞ്ഞത് ശരിയായിരുന്നോ? ശരിയല്ലല്ലോ അവര് പറഞ്ഞത്. അവര് പറഞ്ഞത് ശരിയായിരുന്നോ? മരിക്കുന്ന കാര്യം വന്നാൽ അവർ പറയേണ്ട ആവശ്യമേ ഇല്ല. ഇത്ര തീയതി മരിക്കും, ഇത്ര മണിക്കൂറിൽ മരിക്കും, അതൊന്നും ഇല്ല. അവർ വന്നിട്ട് ഇത് വന്ന് ബയോസ്കോപ്പാ, അതിലത്തെ റിസൾട്ട് നോക്കിയിട്ട് അവരെന്നെ പറയുന്നേ ഇതുപോലെ ക്യാൻസർ ഉണ്ട് എന്ന്. അതെ, അവരെല്ലാ പരിശോധന നടത്തിയിട്ട് എൻഡോസ്കോപ്പി ചെയ്ത് ബയോപ്സി ചെയ്ത് എല്ലാ പരിശോധന നടത്തിയിട്ട് നിങ്ങൾ 4 മാസത്തിന് മേലെ ജീവിക്കില്ല, ഫോർസ് ചെയ്ത് ക്യാൻസറെല്ലാം ഫോർസ് ചെയ്തെല്ലാം കഴിഞ്ഞ് അങ്ങ് എത്തിപ്പോയി എന്നൊക്കെ പറഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ? പക്ഷെ അത് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളിപ്പോൾ 8 കൊല്ലം ജീവിച്ച്, ഇപ്പൊ കണക്ക് നോക്ക് നിങ്ങൾ, ഇപ്പൊ 2025 ആകുമ്പോൾ 8 കൊല്ലമായില്ലേ? അപ്പോൾ 8 കൊല്ലം ജീവിച്ച്. അപ്പോൾ അവർ പറഞ്ഞത് ശരിയായിരുന്നോ? അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവർ പറഞ്ഞത് ശരിയായിരുന്നോ? അവർ പറഞ്ഞത് ശരിയില്ലല്ലോ. അവർ പറഞ്ഞത് ശരിയായിരുന്നു പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഉണ്ടാവില്ല. ഇപ്പൊ ഉണ്ടല്ലോ, നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ ഇരിക്കല്ലേ. അവര് പറഞ്ഞ ശരിയല്ലല്ലോ. അത് ശരിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതേപോലെ പല രോഗികളോടും ഇതേപോലെ ഡോക്ടർ വന്നിട്ട് 4 മാസം കൊണ്ട് മരിക്കും, ഇത് 4 സ്റ്റേജ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് മരിക്കും, അതവര് പറയാൻ പാടില്ലായിരുന്നു. പറയാനും പാടില്ല. ഇനി ഒന്ന് നമ്മ അതിന്റെ പിന്നിൽ നടന്നു പറഞ്ഞുണ്ടല്ലോ, നമുക്ക് അടുത്ത കൂടുതലായിക്കൊണ്ടേ പോകും. അയ്യോ എനിക്ക് ക്യാൻസർ ആയി പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് ഓരോ മിനിറ്റ് നോക്കാൻ പാടില്ല. എനിക്ക് ക്യാൻസർ, ഞാൻ എപ്പോൾ വേണമെങ്കിൽ പോകും, ഇന്നല്ലെങ്കിൽ നാളെ. അത് ഒരു അങ്ങനെ പോയി പറഞ്ഞാൽ അത് കുറച്ചും കൂടി. അപ്പൊ നിങ്ങള് ധൈര്യം എല്ലാരും ഇപ്പൊ ഏതെങ്കിലും ഒരു രോഗിനോട് ഡോക്ടർ ഇനിയിപ്പോ എത്ര മാസം ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ രോഗി എന്താ ചെയ്യാ? ഡോക്ടറെ കാല് പിടിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി ഡോക്ടർ ശരിയാക്കി തരുമെന്ന് പറയുമല്ലോ. നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞില്ല? അല്ല, ഞാൻ വന്നിട്ട് അത് എനിക്ക് എന്റെ സമയം അത്രയോ ഉണ്ടാവും. എനിക്ക് സമയം ഡോക്ടറല്ല, വലിയ ഡോക്ടർ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറയുമ്പോ എനിക്ക് അത്രയേ ഉണ്ടാവുള്ളൂ സമയം പറഞ്ഞ് വിചാരിക്കുക. അതെ, ഇനി അതിന്റെ മേലെ ജീവിക്കാൻ സാധ്യത വിചാരിച്ചു. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ 2017 ഏത് മാസം ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞത്? ഏത് മാസം? ഫയലിൽ നോക്കി പറഞ്ഞാൽ അറിയാൻ പറ്റും. ഏത് മാസം ഓർമ്മല്ലേ? ഇപ്പൊ നോ പ്രോബ്ലം, ജനുവരിയിലെ പറഞ്ഞ നിങ്ങളെ വൈഫ് പറഞ്ഞിട്ട് ജനുവരിയിലെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ജനുവരിയിൽ പറഞ്ഞ് 6 മാസങ്ങളിൽ ഉള്ളിൽ നിങ്ങൾക്ക് തീരുമാനമാവും ഇനി മരുന്ന് ചികിത്സ ചെയ്യേണ്ട, കാരണം 4ാം സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് ഇനി മരിക്കല്ല വേറെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തിന് മേലെ ജീവിക്കില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ ജൂലൈ മാസത്തിലായി കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും പറ്റില്ലല്ലോ. ജൂലൈ മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് 8 കൊല്ലമൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവർ മരിക്കും എന്ന് പറഞ്ഞ ഒരു മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മാസമാണ് ജൂലൈ മാസം. ആ ജൂലൈ മാസം എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് എന്താ തോന്നി ആ സമയത്ത്? അവർ പറയുന്നല്ലോ, ഇപ്പൊ പറഞ്ഞു, അപ്പൊ 4 ആൾ വരും, അയ്യോ ഇപ്പൊ മരിക്കുമല്ലോ ഇയാള് എന്ന് പറഞ്ഞ ഡോക്ടറും പറഞ്ഞല്ലോ. അതാണ് ടെൻഷൻ കൂടുതലാക്കുന്നത്. ഏത് ഈ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, വന്ന് നമ്മുടെ മുമ്പിൽ കരയും, നമ്മളെന്നെ എന്തോ ഇതിലാണ് ഇരിക്കുന്നത്. അത് ഏറ്റവും വലിയ ഇത് ഏതറിയാ? ഈ ക്യാൻസർ ഈ ഗസ്റ്റ് വരുന്നുണ്ടല്ലോ വീട്ടിലേക്ക്, അവർ വന്നിട്ട് നമ്മുടെ മുമ്പിൽ നമ്മളെന്നെ ഒരു ഇതിലായിരിക്കും. അതാണ് ഏറ്റവും വലിയ. ഞാൻ ചോദിക്കുന്നത്, ഈ കരച്ചിലൊക്കെ ഇപ്പൊ സ്വാഭാവികമായിട്ടും ജനുവരിയിലാണ് 6 മാസം ജീവിക്കുന്നു പറഞ്ഞ് ജൂലൈ വരെ പോയി, ജൂലൈ വരെ ഒന്നും പറ്റിയില്ല, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, അങ്ങനെ ഓരോ കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ജസ്റ്റ് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ടാ? ഇല്ല, 6 മാസം ഇപ്പൊ വെയിറ്റിംഗ് ഇല്ല. ഇയാൾ എന്താ ഇങ്ങനെ എന്റെ മുമ്പില് കുറെ ആൾക്കാർ പോയി, നല്ലവരൊക്കെ പോയി. ഇപ്പോ ഇനി 6 മാസം വരെ ജീവിക്കില്ല എന്ന് പറഞ്ഞേ നിങ്ങളോട് വന്നിട്ട് എന്തായാലും മരിക്കാത്ത ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ പോയ ആൾക്കാരില്ലേ? അവരും കുറച്ച് ആൾക്കാർ കാണാനില്ല. ആരൊക്കെ മരിച്ച്? അതിലാരൊക്കെ മരിച്ച്? അത് നാം പറയാൻ സാധിക്കില്ല. നിങ്ങൾ ഇപ്പോഴും മരിച്ചില്ല, അവരൊക്കെ മരിച്ച്. അതുകൊണ്ട് അങ്ങനെയുണ്ട്. എന്നുവെച്ചാല് ഡൽഹിയിലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ്
നിങ്ങൾ ഒരു 3 മാസം കൊണ്ട് മരിക്കുന്ന ഒരു പേഷ്യനോട് പറഞ്ഞ് ആ പേഷ്യന്റ് മരിച്ചില്ല, 3 മാസം കൊണ്ട് ഡോക്ടർ മരിച്ച്. അങ്ങനെ അതേ പേഷ്യന്റ് വേറെ ഡോക്ടറെ കൊണ്ട് കാണിച്ച്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ്, ആ മറ്റൊരു പുതിയ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ 3 മാസം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ പോയപ്പോൾ ആ ഡോക്ടർ, ഇയാൾ മരിച്ചില്ല, ആ ഡോക്ടർ 3 മാസം കൊണ്ട് മരിച്ച്. അങ്ങനെ 5 ഡോക്ടർമാരോട് ഇയാൾ 3 മാസം കൊണ്ട് മരിക്കും പറഞ്ഞ ഡോക്ടർമാരൊക്കെ മരിച്ചു. അപ്പം ഇയാൾ ഡോക്ടറെ കാണിക്കാൻ നിർത്തി, കാരണം ഡോക്ടർമാർ മരിച്ചു പോവാണ്. അതുകൊണ്ട് ഡോക്ടർമാരെ കാണിക്കാൻ നിർത്തി എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് വന്നിരുന്നത്. ഇപ്പൊ എനിക്ക് ഇതാണ് അവസാനമായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അവർ പറഞ്ഞ പോലെ ചികിത്സ ചെയ്തിരുന്നെങ്കിൽ, അവർ പറഞ്ഞ ചികിത്സ ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ മരുന്നിന്റെ പവർ കൊണ്ട് മരിക്കാൻ ഉണ്ടാകാൻ സാധ്യതയായിരുന്നു അല്ലേ? ഇപ്പൊ ഒരു മരുന്ന് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ രീതിയിൽ വരട്ടെ. എനിക്ക് അതിനെ യോഗം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ലൈഫായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പാസ്പോർട്ട് നടക്കണല്ലോ, അപ്പൊ അങ്ങനെ കടത്തിക്കൊണ്ടുപോയിട്ട് പിന്നെ വരുമ്പോൾ അത് വരും ഒക്കെ ഉള്ളിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ടെൻഷൻ, ഇവരെങ്ങനെ എണീക്കാൻ വയ്യാണ്ട് ഇങ്ങനെ അവസ്ഥയിൽ ഇരിക്കുകയല്ലേ, അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ ആ രീതിയിൽ ഞാൻ ടെൻഷൻ ആയിട്ട് പിന്നെ പഠിച്ചവരുടെ പറഞ്ഞു പഠിച്ച ഇതുവരെ അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളും നമ്മുടെ ഉള്ളിൽ പണിയുന്നുണ്ട്. എന്നാലും എനിക്ക് ഇവർ ഫ്രീ നന്നായിരിക്കുമ്പോ എനിക്കൊരു കിട്ടുന്നുണ്ട്. ഇതിപ്പോ നിങ്ങളെ ഭാഗ്യം കൊണ്ട് മൂപ്പര് മരിക്കാണ്ടായോ, അല്ലെങ്കിൽ ഹിബന്റെ ഭാഗ്യം കൊണ്ട് മൂപ്പര് മരിക്കാണ്ടായോ, മൂപ്പരന്റെ ഭാഗ്യം കൊണ്ട് മൂപ്പര് മരിക്കാണ്ടായോ? എന്താ 2017 മരിക്കുമെന്ന് പറഞ്ഞാണ്, ഇതുവരെ മരിച്ചിട്ടില്ല. മാഷാ അല്ലാ. ഹിബ ഇപ്പോൾ അക്യുപങ്കർ പഠിച്ച് അക്യുപങ്കർ അൽഹംദുലില്ലാ പരീക്ഷ എഴുതി റിസൾട്ടിനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ കോൺവെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാ ഇവിടെ ഒന്ന് ഉഷാറാക്കണം നിങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, ആ സംഭവമുണ്ട്. പക്ഷെ പുള്ളി ഞാൻ ആളോ എനിക്ക് നിങ്ങൾ പറഞ്ഞ സംഗതി എനിക്ക് ഓർമ്മയുണ്ട്. അബ്ദുൽ ഖദർ, തൃശ്ശൂര്. അതെ, എനിക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഒട്ടേറെ ആളുകൾ ഇതേപോലെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ട് ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചികിത്സ നൽകുന്നതിനേക്കാളും നല്ലത് അവർ ചികിത്സിക്കാതിരിക്കാൻ നല്ലത്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോൾ ഇദ്ദേഹത്തിന് അബ്ദുൽ മജീദ് എന്ന പേരുങ്ങൾ അല്ലേ, ഈ അബ്ദുൽ മജീദ്ക്കാക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഏതായാലും 6 മാസം കൊണ്ട് മരിക്കുമെന്ന് വേറെ ചികിത്സ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുകയും കംപ്ലീറ്റ് എല്ലാം മരുന്ന് നിർത്തി വേറെ ചികിത്സ ചെയ്യേണ്ട തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ശരീരത്തിലുള്ള രോഗശമന പ്രക്രിയ അത് കൃത്യമായി സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായി രോഗം മാറുകയും ചെയ്തു. രോഗം വയറുവേദന ഉണ്ടായിട്ടുണ്ടാവും, അവർ അതിന് ഡയഗ്നോസ് ചെയ്തിട്ട് ക്യാൻസർ 4th സ്റ്റേജ് 5th സ്റ്റേജ് എന്നൊക്കെ ഒരു പേരിട്ട് 6 മാസത്തിനപ്പുറം ജീവിക്കണം എന്നൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ജീവിക്കുന്നുണ്ടെന്നുള്ളതും ഡോക്ടർമാർ ഇതേപോലെ പറഞ്ഞ ഈ മരണത്തെപ്പറ്റി പറഞ്ഞ ഈ ഇത്തരം പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, ഇത്തരം വിധി പ്രഖ്യാപനങ്ങൾ, ഇനി ഇതിനെ മേലെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞത്, ഇതൊന്നും വിശ്വാസയോഗ്യമല്ല. അതുമാത്രമല്ല, ഇതിനൊക്കെ ഫോളോ ചെയ്ത് ചികിത്സ ചെയ്യുന്നതിനേക്കാളും മരുന്നൊന്നുമില്ലാതെ സുരക്ഷിതമായ അക്യുപഞ്ചർ പോലത്തെ ചികിത്സ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇതേപോലെ ഡോക്ടർമാർ പറഞ്ഞ കേസുകൾക്കും ഇനിയും രോഗം സുഖപ്പെട്ട് അവർക്ക് സുഖമായി ജീവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ആ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ മരുന്ന് ഉപയോഗിച്ചില്ല, അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് നിങ്ങൾ മരണപ്പെട്ടു പോയേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ഇപ്പോൾ നിങ്ങളെ വൈഫും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. ഇതേപോലെ ഇങ്ങനെ വരുമ്പോൾ ആളുകളെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ട് എങ്ങനെയെങ്കിലും മരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിക്കുക ചെയ്തത്. പക്ഷേ നിങ്ങൾ കഴിച്ചില്ല എന്നുള്ള നിങ്ങൾ കഴിച്ചത് കാര്യമാണ്. നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിക്കുക ചെയ്യുക. അങ്ങനെ മരുന്ന് കഴിക്കാതെ അവർ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട പടച്ചോൻ നിശ്ചയിച്ച ഒരു ആയുസ് ഉണ്ടാവും. ആ ആയുസ് വരെ അവർ സുഖമായി ജീവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം സമീപനങ്ങളായിരിക്കും ചികിത്സയിൽ സുരക്ഷിതമായിരിക്കാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ആളോടും എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇത്തരം സിറ്റുവേഷനിലെങ്കിലും മരുന്ന് പരിപൂർണമായി ഒഴിവാക്കി അക്യുപങ്ക്ചർ പോലെയുള്ള സുരക്ഷിതമായ ഒരു പാർശ്വഫലവും ഇല്ലാത്ത ചികിത്സ സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ ബന്ധുക്കൾ ഇദ്ദേഹത്തിന് അബ്ദുൽ മജീദ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജനുവരി മാസത്തിലാണ് ഇദ്ദേഹത്തിന് ഡയഗ്നോസ് ചെയ്തിട്ട് ഇനി 5-6 മാസം ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞത്. ആ 5-6 മാസത്തിൽ ബന്ധുക്കളൊക്കെ ഇദ്ദേഹത്തിന് ആവർത്തിച്ചു വന്ന് കാണുകയും കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് സാരില്ല പോട്ടെ എന്നൊക്കെ അത്രേ ജീവിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ രൂപത്തിലാണ് ഇദ്ദേഹത്തിന് പെരുമാറിയത്. ആ പെരുമാറ്റമാണ് ഇദ്ദേഹത്തിന് അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ജൂലൈ മാസം വരെയാണ് അപ്പോൾ അവസാനത്തെ ഡേറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ജൂലൈ മാസത്തിലൊക്കെ കൂടുതൽ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടാകും. ആ കൂടുതൽ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവരുടെ മുമ്പിൽ കരയുകയും ഇവരുടെ മുമ്പിൽ അങ്ങനെ ഒരുപക്ഷെ കരച്ചിലുണ്ടാക്കിയ ഇമ്പാക്ട് കൊണ്ട് ഞാൻ മരിക്കാൻ കുറേ ആളുകൾ സ്ഥിരമായി വന്ന് കരഞ്ഞ് കണ്ടുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായി മനുഷ്യന് അതിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും അല്ലേ? ആ ഇമ്പാക്ട് കൊണ്ട് എന്തെങ്കിലും അപകടം പറ്റാൻ സാധ്യത ഉണ്ടായിരുന്നു.
അപ്പോൾ ബന്ധുക്കളോട് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ദയവ് ചെയ്ത് രോഗിയെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ് രോഗിയുടെ മുമ്പിൽ പോയി കരയുക, രോഗിയെ മരിക്കാൻ പോകുന്ന രോഗിയാണ് ഡോക്ടർമാർ പറഞ്ഞ് വിശ്വസിച്ചിട്ട് രോഗിയെ പ്രയാസപ്പെടുത്തുക. ഇനി മരിക്കാൻ പോവുകയാണെങ്കിൽ പോലും അവർക്ക് പ്രയാസമല്ല നമുക്ക് നൽകേണ്ടത്, നമുക്ക് അവർക്ക് ആശ്വാസം നൽകേണ്ടത്. ആ ആശ്വാസം നൽകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് രോഗിയുടെ മുമ്പിൽ പോയി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് കരയുന്ന സ്വഭാവത്തിന് പകരം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര പോവുക, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികളിലേക്ക് ചെലവഴിക്കുക. ഇതിനെ മറന്ന് പെരുമാറാൻ ശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത്. ഒരിക്കലും ബന്ധുക്കൾ ആശ്വസിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രയാസപ്പെടുത്തലാണ്. ഇത്തരം പ്രയാസപ്പെടുത്തലുകളാണ് ഇവരുടെ ഭാഗത്ത് സംഭവിക്കുന്നത് എന്ന് രോഗികളുടെ കൂടെ പെരുമാറുന്ന ഈ ബന്ധുക്കൾ ശ്രദ്ധിക്കുന്നില്ല. അവർ വികാര പ്രകടനം നടത്തുമ്പോൾ ഈ വികാര പ്രകടനത്തിലൂടെ രോഗിക്ക് എന്ത് കിട്ടുമെന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. അവരെ വികാരങ്ങൾ പ്രകടിപ്പിച്ച് പോവുകയാണ് ചെയ്തത്. ഇതിന് പകരം രോഗികൾക്ക് ആശ്വാസം കിട്ടാൻ അവനവനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും ആ രൂപത്തിൽ പെരുമാറാൻ ശ്രമിക്കുകയും ഇവരെ പെരുമാറ്റം രോഗിക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ ആയിത്തീരാൻ എത്തരത്തിൽ പെരുമാറണോ അങ്ങനെ പെരുമാറുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയല്ല ഇപ്പോൾ പെരുമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല വീട്ടുകളിലും ഇതേപോലെ രോഗികളെ സന്ദർശിക്കാൻ പോകുന്ന ആളുകൾ നല്ലതാണ്, പക്ഷേ സന്ദർശിച്ച് അവർ ചെയ്യുന്ന പൊട്ടിക്കരച്ചിലുകളും തേങ്ങിക്കരച്ചിലുകളും അങ്ങനെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടുള്ള എന്താ പറയുക സ്നേഹോപദേശങ്ങളും സാറിലടാ നീ പോയി കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ആശ്വസിപ്പിക്കലൊക്കെ ഉണ്ടല്ലോ, ഈ ആശ്വസിപ്പിക്കലൊക്കെ ഉണ്ടാക്കുന്ന വിങ്ങലുണ്ടല്ലോ, പ്രയാസം, അത് വർദ്ധിപ്പിക്കുക ചെയ്തത്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ആത്മാർത്ഥമായിട്ട് അവർക്ക് സമാധാനം ഉണ്ടാകുന്ന രൂപത്തിൽ അതിനൊക്കെ മറന്നുകൊണ്ട് പെരുമാറുന്നത് ഗുണകരമായിരിക്കും. ഒരിക്കലും ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അയാളെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കുകയാണ് വേണ്ടെന്ന് എൻ്റെ വിഷയത്തിൽ പറയാനുള്ളത്.